സോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ നമ്മുടെ കാടക്കോഴി കൊണ്ട് കബാബ് ഉണ്ടാക്കാൻ പോവുക. അപ്പം ഞാനിന്ന് 5 കാടക്കോഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെ ചേരുവകളാണ് നമ്മൾ ചേരേണ്ടത്, നമ്മളതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തം കാണണം. നമുക്ക് ഇതിനു വേണ്ടിയുള്ള ചേരുവകൾ ഇതാ: 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, 1/2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1/2 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് ഒരു 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി, പിന്നെ ലേശം കളർ, ഫുഡ് കളറ്, പിന്നെ ഒരു അര നാരങ്ങ, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ ലേശം മസ്റ്റർഡ് ഓയിൽ എടുത്തിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി. നമ്മളിതിന് ലേശം മസ്റ്റർഡ് ഓയിൽ ഒഴിക്കാം. സോ നമ്മുടെ കാടയിറച്ചി നമ്മൾ ശരിക്കും മസാല പുരട്ടിയിട്ടുണ്ട്. നമ്മൾ ടിന്നെടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്തിലോട്ട് കനലിടാം. നമ്മുടെ കനൽ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കാട ഇതിൽ കുത്തിയിട്ട് നമുക്കിനി ഇത് ചുട്ടെടുക്കാം. നമ്മൾ മുമ്പ് വെച്ച രീതിയിൽ അത് തിരിക്കാൻ പറ്റുന്നില്ല, കമ്പി തിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 2 ആക്കി. ഒരു കമ്പി വെച്ചിട്ട് 3 ഒന്നിച്ച് വെക്കാനുള്ള പ്ലാനിൽ. കനമില്ലാത്തതുകൊണ്ട് ഇത് തിരിയുന്നില്ല ശരിക്കും. ഒരു ഐഡിയ, നമ്മൾ കാലൊന്ന് കെട്ടി വെക്കാൻ പോവാം. നൂല് കൊണ്ട് കാല് തന്നെ കെട്ടി വെച്ചിട്ട് അപ്പോൾ ശരിക്കും തിരിയുന്നുണ്ട്. അത് നമ്മൾ നൂല് വെച്ച് കെട്ടിയപ്പോൾ ശരിക്കും ഇത് കറങ്ങുന്നുണ്ട്. മുമ്പ് കറങ്ങാൻ പാടായിരുന്നു. നമ്മൾ നൂല് കെട്ടാത്ത കറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നൂല് കെട്ടിയത്. സോ നമ്മുടെ കാട കബാബ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ പ്ലേറ്റിലോട്ട് മാറ്റാം. ശരിക്കും മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്. നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് കഴിക്കാം.
നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന്. സോ കാണാൻ നല്ല പോലുണ്ട്. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. സോ ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഉപ്പും എരിവൊക്കെ നല്ലപോലെ ഉണ്ട്. സ്പൈസസൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് ഫ്ലേവറൊക്കെ. അപ്പോൾ കണ്ടല്ലോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ എളുപ്പ പ്രോസസ്സല്ല, അധികം സാധനങ്ങളൊന്നും വേണ്ട, എളുപ്പ പ്രോസസ്സാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ വരെ ബൈ, ഗുഡ് ബൈ. സൈനിങ് ഓഫ് വിഷ്ണുകുമാർ. ജയ് ഹിന്ദ്.